Good afternoon, all. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. ചോറൊക്കെ കഴിച്ചോ മാഡം? ചോറ് കഴിച്ചോ മാഡം? കഴിച്ചു. ഭക്ഷണം കഴിച്ചല്ലേ? കഴിച്ചത്. Good afternoon. അവിടെ എങ്ങനെ ഇപ്പൊ മഴയൊക്കെ മാറിയാ? ഇപ്പൊ വെയിലാണ് മാഡം. വൈകുന്നേരം പെയ്യുമായിരിക്കും. മലപ്പുറത്ത് നല്ല വെയിലാണ്. ഇവിടെ ഇപ്പൊ നല്ല വെയിലുണ്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം. 26 പേരേ ആയുള്ളൂ. കൗണ്ട് വളരെ കുറവാണ്. ഓക്കെ, കഴിഞ്ഞ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ എല്ലാം കഴിഞ്ഞില്ലേ? ഇനി പുതിയ ചാപ്റ്റർ ആണ് എടുക്കുന്നത്. ചാപ്റ്റർ 7, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. എല്ലാവർക്കും ഇല്ലേ? ടെക്സ്റ്റും PDF ഒക്കെ ഇല്ലേ? ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓക്കെ, ഡിസാസ്റ്റർ എന്ന് പറയുമ്പോ തന്നെ അറിയാം, ഡിസാസ്റ്റർ എന്താ? ഒരു ദുരന്തമാണ് അല്ലെ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ദുരന്ത നിവാരണം, ദുരന്തങ്ങൾ. നമ്മൾ നോക്കാം നമുക്ക് എന്താന്ന്. ഇതില് ഫസ്റ്റ് ഇത് വായിക്കുമ്പോ ഇൻട്രഡക്ഷൻ കേൾക്കുമ്പോ തന്നെ അറിയാം. അയ്യോ, മുന്നിട്ട മെസ്സേജ് ഞാൻ കണ്ടില്ലല്ല. ഇന്നത്തെ മെസ്സേജ് ചാപ്റ്റർ 40. ഓക്കെ, നിങ്ങക്ക് ചാപ്റ്റർ 40 ആണല്ലേ? ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഓക്കെ. ചാപ്റ്റർ 40 ആണ്. മൊഡ്യൂള് 3. മൊഡ്യൂള് 3യില് മൊഡ്യൂൾ ആയിട്ടുള്ളവർക്ക് ചാപ്റ്റർ 7 ആണ്. പ്രിന്റ് ഉള്ളവർക്ക് ചാപ്റ്റർ 7 ആണ്. 4 ക്വസ്റ്റ്യൻ ഇതുള്ളവർക്ക് എല്ലാവർക്കും അതന്നെയാണോ? ഞങ്ങൾക്ക് എല്ലാവർക്കും 40 ആണ് ചാപ്റ്റർ. ചാപ്റ്റർ 40 ആണ്. ഓക്കെ. ചിലവർക്ക് ഓരോരുത്തർക്ക് എല്ലാവർക്കും ചാപ്റ്റർ 40 ആണ്. ഓക്കെ. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ ഇതിന്റെ ഇൻട്രഡക്ഷൻ ഫസ്റ്റ് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഓക്കെ നമ്മൾ ഇൻട്രഡക്ഷൻ കേൾക്കുമ്പോ തന്നെ നമ്മൾ വിചാരിക്കും ഇതെന്താ ഹോസ്പിറ്റലായിട്ട് ബന്ധമില്ലാത്തതാണെന്ന് അല്ലെ? ഫസ്റ്റ് അങ്ങനെ വിചാരിക്കാം, ഹോസ്പിറ്റലിനായിട്ട് ബന്ധം. പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിലെ ഡിസാസ്റ്റർ, ഏറ്റവും കൂടുതൽ ഡിസാസ്റ്റർ ഒക്കെ സംഭവിക്കാൻ സാധ്യത ഉള്ളതും അവിടെ ഹോസ്പിറ്റലിലാണ്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആരൊരാൾ വായിക്കുക? ഒരാൾ വായിക്കണോ? അല്ലെ, ആര് വായിക്കൂ? ആരില്ലേ വായിക്കാൻ? ഒരാൾ
വായിച്ചോ. Disasters have been in existence over since the history of mankind and have altered the destiny of the earth and its people. Okay. The disaster event affects every community and no community is free from it. The disaster may be the second major human problem after war in respect of monetary damage and the number of people killed or affected. Millions of people who are victims annually by natural disasters and result in a number of deaths, suffering and economic losses. And the poorest countries are mostly affected by disasters economically and socially. Disaster management can be defined as the organization and management of resources and responsibilities for dealing with all humanitarian aspects of emergencies, in particular preparedness, response, and recovery in order to reduce the after effects of disasters. Okay. Okay. ഇനി എന്താ നമുക്ക് നോക്കാം. എന്താ ഡിസാസ്റ്റർ നോക്കാം. എന്താ ഡിസാസ്റ്റർ have been in existence ever since the history of mankind and have altered the destiny of earth and its people. എന്താ നമ്മുടെ മനുഷ്യന്മാര് മാൻകൈൻഡ് മനുഷ്യരാശി എന്നീ ഭൂമിയിൽ ഉടലെടുത്തു അന്ന് മുതൽ എന്തുണ്ട്? ആ ചരിത്രം മുതല് ദുരന്തങ്ങൾ നിലവിലുണ്ട്. ഡിസാസ്റ്റേഴ്സ് ഹാവ് ബീൻ എക്സിസ്റ്റൻസ്. ഇവിടെ ഡിസാസ്റ്റർ നിലനിൽക്കുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴങ്ങനെ? എവർ സിൻസ് ദ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്. നമ്മുടെ മനുഷ്യരാശിയുടെ ചരിത്രം എന്ന് മുതലാണോ ഇവിടെ മുതലെടുത്തത് അന്ന് മുതല് ഇവിടെ എന്തുണ്ട്? ഡിസാസ്റ്റർ ഉണ്ട്. കൂടാതെ പിന്നെന്താ? ആൻഡ് ഹാവ് മോൾഡഡ് ദ ഡെസ്റ്റിനി ഓഫ് എർത്ത് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ. എന്താ? എർത്തിന്റെയും ഭൂമിയുടെയും അതിലെ ജനങ്ങളുടെയും ഈ ഡിസാസ്റ്റർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിലെന്തുണ്ട്? ജനങ്ങളുടെയും ഈ ഭൂമിയുടെ ഒക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. എന്ത് എഴുതപ്പെട്ടിട്ടുണ്ട്? വിധി. ജനങ്ങളുടെ ഒക്കെ വിധി എഴുതപ്പെട്ടിട്ടുണ്ട്. അതാണ് പറഞ്ഞത് ഡിസാസ്റ്റർ ഹൗബി. ഡിസാസ്റ്റർ ഈ ഭൂമിയിലുള്ളതാ. മനുഷ്യരാശി എന്ന് പിറവിയെടുത്ത് അന്ന് മുതല് ഇവിടെ ഡിസാസ്റ്റർ ഉണ്ട്. അപ്പൊ അത് പല രീതിയിൽ മാൻകൈൻഡ് പല രീതിയിലുണ്ടാവും. യുദ്ധങ്ങൾ വഴി ഡിസാസ്റ്റർ, ഒരുപാട് പേര് കൊലപാതകം നടക്കുന്നത്. പിന്നെ നാച്ചുറൽ ഡിസാസ്റ്റർ എന്താ? ഫ്ലഡ് വന്ന്. പിന്നെ നമ്മള് ഇപ്പൊ തന്നെ വയനാട് ഒരു വലിയൊരു ഡിസാസ്റ്റർ നടന്നത്, വലിയ ദുരന്തമുണ്ട് വയനാട് നടന്നത്. നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല, നമ്മുടെ ആരെ കുറ്റം കൊണ്ടും ഉണ്ടായതല്ല. പക്ഷെ അപ്പൊ ഒരുപാട് ദുരിതങ്ങൾ ഇപ്പോഴും ഈ മാൻകൈൻഡ് അതെങ്ങനെയാണ് വന്നത്? എക്സിസ്റ്റന്റ് വന്നത്, നിലനിന്നത് എങ്ങനെ? മനുഷ്യരാശി പിറവിയെടുത്ത ആ ചരിത്രം മുതൽ തന്നെ നമ്മുടെ ഇവിടെ എന്തുണ്ട്? ഡിസാസ്റ്റർ ഉണ്ട്. പിന്നെന്താ? അതിന്റെ ഭൂമിയുടെയും ജനങ്ങളുടെയും വിധി ഈ ഡിസാസ്റ്ററിൽ രൂപപ്പെട്ടിട്ടുണ്ട്. പിന്നെന്താ? ദ ഡിസാസ്റ്റർ ഇവന്റ് അഫക്ട് എവരി കമ്മ്യൂണിറ്റി ആൻഡ് നോ കമ്മ്യൂണിറ്റി ഫ്രീ ഫ്രം. എന്താ? ഒരു നമ്മൾ ദുരന്തം എല്ലാ ഈ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഈ എല്ലാ സമൂഹത്തെയും ദുരന്തം ബാധിക്കുന്നത്. ഒരു എന്തെങ്കിലും ഒരു നാച്ചുറൽ ആയിട്ട് ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ മാത്രമല്ല, അത് മൊത്തത്തെ ബാധിക്കും, അല്ലേ? അപ്പൊ എന്താ പറഞ്ഞേ? ഈ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് എല്ലാ സമൂഹത്തെയും ബാധിക്കും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈസ് ഫ്രീ ഫ്രം ഇറ്റ്. നോ കമ്മ്യൂണിറ്റി ഈസ് ഫ്രീ ഫ്രം ഇറ്റ്. എന്താ? നമുക്ക് അതിൽ നിന്ന് ഒരു മുക്താവാൻ പറ്റില്ല, ഫ്രീ ആവാൻ പറ്റില്ല. ഡിസാസ്റ്ററിന്റെ എന്താ പറഞ്ഞ? ഡിസാസ്റ്റർ ഇവന്റ് എഫക്ട് അത് എല്ലാ കമ്മ്യൂണിറ്റിയിലും, എവരി കമ്മ്യൂണിറ്റിയിൽ ബാധിക്കും. അതുപോലെ തന്നെ നോ കമ്മ്യൂണിറ്റി ഈസ് ഫ്രീ ഫ്രം. നമുക്ക് അതിൽ നിന്ന് ഈ ഡിസാസ്റ്ററിൽ നിന്ന് മുക്തിയായിട്ട് നമുക്ക് അവിടുന്ന് മുക്തമല്ല, അവിടുന്ന് ഒരു നിലനിൽക്കാനായിട്ട് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് പറ്റില്ല. പറ്റും. അതിനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളും കൂടി ഒരുമിച്ച് ചെയ്യണം. അത് പറയേണ്ടത് താഴെ. എന്താ നെക്സ്റ്റ് എന്താ പറഞ്ഞേ? ദ ഡിസാസ്റ്റർ മേ ബി ദ സെക്കൻഡ് മേജർ ഹ്യൂമൻ പ്രോബ്ലം ആഫ്റ്റർ വാർ. ഈ ഡിസാസ്റ്റർ, ഈ ദുരന്തം എന്ന് പറയുന്നത് നമ്മൾ ഇൻ റെസ്പെക്ട് മോണിറ്ററി ഡാമേജ് ആൻഡ് നമ്പർ ഓഫ് പീപ്പിൾ കിൽഡ് ഓർ അഫക്റ്റഡ്. എന്താ? സാമ്പത്തികമായിട്ടും നമ്മൾ പറഞ്ഞു ഈ ഭൂമിയിൽ ഡിസാസ്റ്റർ നിലനിൽക്കുന്നത് മനുഷ്യരാശി വന്ന അതെല്ലാണെന്ന്. അപ്പൊ അങ്ങനെ പല ഡിസാസ്റ്ററും പല ദുരന്തങ്ങളും നമ്മളുടെ ചുറ്റുപാട് നടക്കുന്നുണ്ട്. സാമ്പത്തിക നാശനഷ്ടങ്ങളായിട്ടും കൊല്ലപ്പെട്ടിട്ടായിട്ട്, കിൽഡ് പീപ്പിൾ കിൽഡ്,
ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ട് ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നായാലും ഒരുപാട് ദുരന്തങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ സാമ്പത്തിക നാശനഷ്ടമായിട്ടും കൊല്ലപ്പെട്ടവരായിട്ടോ അല്ലെങ്കിൽ അവർക്ക് കൊല്ലപ്പെട്ടവരെ വേറെന്തെങ്കിലും ഇതായിട്ടോ അങ്ങനെയുള്ള ഈ യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും എന്താ പറഞ്ഞത് മോണിറ്ററി ഡാമേജ് ഏത് നമ്പർ ഡിസാസ്റ്റർ മേ ബി ഇത് സെക്കൻഡ് മേജർ ആണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രോബ്ലം ആണ് എന്തെന്നാ യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രോബ്ലം ആണ് ഏത് ഈ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്, ദുരന്തം എന്ന് പറയുന്നത്. ദുരന്തം മേ ബി അതെന്താണ് ദ സെക്കൻഡ് മേജർ ഹ്യൂമൻ പ്രോബ്ലം ആഫ്റ്റർ വാർ. യുദ്ധത്തിന് ശേഷമുള്ള രണ്ടാമത്തെ പ്രോബ്ലം ആണ് എന്ത് യുദ്ധം ഇൻ റെസ്പെക്ട് ഓഫ് മോണിറ്ററി ഡാമേജ് ആൻഡ് നമ്പർ ഓഫ് പീപ്പിൾ. കൊല്ലത്ത് ജനങ്ങള് സാമ്പത്തികമായിട്ട് സമ്പത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തർ നമ്മൾ കൊലപാതകം നടക്കുന്നുണ്ട്. ക്യാഷിന് വേണ്ടിയിട്ടായാലും ഒരു ഗ്രാമ സ്വർണത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു കൊലപാതകം നടക്കും. അതും ഒരു എന്താ ഡിസാസ്റ്റർ. അപ്പൊ സാമ്പത്തികമായിട്ടോ നാശനഷ്ടമായിട്ടോ കൊല്ലപ്പെട്ടവരുടെയോ ബാധിച്ചവരുടെ എണ്ണവുമായിട്ട് ബന്ധപ്പെട്ടതില് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത് കിട്ടണ ഒരു പ്രോബ്ലമാണ് എന്തെന്നാ ഈ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് എന്താ പറഞ്ഞേ ഈ ഡിസാസ്റ്റർ മനുഷ്യൻ എന്ന് പിറവിയെടുത്ത് അന്ന് മുതൽ ഈ മനുഷ്യരാശിയുടെ ചരിത്രം എന്ന് ഉണ്ടായി അന്ന് മുതൽ ഈ ഡിസാസ്റ്റർ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ജനങ്ങളുടെ അത് ഭൂമിയുടെ ഒക്കെ കൂടി വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്, വിധി രൂപപ്പെട്ടിട്ടുണ്ട്. പിന്നെന്താ ഇതെല്ലാ സമൂഹത്തെയും ബാധിക്കുന്നുണ്ട്, ഒരുപോലെ ബാധിക്കും. ഒരു ഏരിയയിൽ മാത്രമല്ല, ദുരന്തം എല്ലാ സമൂഹത്തെയും ബാധിക്കും. അതിൽ നിന്ന് നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. ഫ്രീ ഫ്രം ഇറ്റ് ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടേണ്ടത് ഒരു മുക്തമല്ല. പിന്നെന്താ സാമ്പത്തിക നാശനഷ്ടമായും കൊല്ലപ്പെട്ട നാശനഷ്ടമായിട്ടും അങ്ങനെ എന്തൊക്കെ ഉണ്ടായാലും ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു ഡിസാസ്റ്റർ ആണ്, ദുരന്തങ്ങളാണ്. പിന്നെന്താ millions of people fall victims annually by natural disasters and resulting number of death, suffering, economic losses. എന്താ നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് ആരെ? എന്തെങ്കിലും നാശനഷ്ടങ്ങള് ദുരന്തങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ബാധിക്കുന്നത് ആരെയാണ്? ദശലക്ഷത്തിന് ആളുകൾ, ഒരുപാട് ആളുകൾ ഇതിനിരയാവുന്നുണ്ട്. ഇപ്പൊ ഫ്ലഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഫ്ലഡ് വന്നിട്ട് നമ്മളുടെ നാട്ടിൽ തന്നെയാണ് ഫ്ലഡ് വെള്ളപ്പൊക്കമൊക്കെ വന്ന ഒരുപാട് ആളുകൾ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത് വയനാട്. വയനാട് എങ്ങനെയാണ് അവരെന്തെങ്കിലും ചെയ്തിട്ടാണോ അങ്ങനെ ഒരു ദുരന്തം വന്നത്? അല്ല, നമ്മൾ ആരും അറിഞ്ഞില്ല. രാത്രി കിടന്നുറങ്ങിയ കുഞ്ഞു മക്കളടക്കമാണ് ഡിസാസ്റ്ററിൽ അകപ്പെട്ടു പോയത്. ഇതിൽ ആരെങ്കിലും വയനാടുള്ളവരുണ്ടാ? ആരുമില്ല. വയനാട്ടിൽ നിന്ന് ആരെങ്കിലും ഇതിലുണ്ടാ? ഇല്ല. ഓക്കെ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? മില്യൺസ് ഓഫ് പീപ്പിൾ, ഒരുപാട് ദശലക്ഷത്തിന്, മില്യൺസ് എന്താ ലക്ഷത്തിന് മേലെ, മില്യൺസ് ഓഫ് ജനങ്ങൾ, ഒരുപാട് ജനങ്ങള് ഫാൾ വിക്ടിംസ് ഇതിന് ഇരയാവുന്നുണ്ട്. എങ്ങനെ? ആനുവലി, കൊല്ലത്തിൽ, ഓരോ കൊല്ലത്തിലും ഒരുപാട് ജനങ്ങൾ ഇതിന് എന്താവുന്നുണ്ട്, ഇരയാവുന്നുണ്ട് ഈ ഡിസാസ്റ്ററിന്. ബൈ നാച്ചുറൽ ഡിസാസ്റ്റർ സെപ്റ്റംബർ. അപ്പൊ എങ്ങനത്തെ ഇതാണ് പ്രകൃതിയാലുള്ള ദുരന്തങ്ങൾ. പ്രകൃതി ദുരന്തം എന്ന് പറയുന്നതാണ് ഈ ഫ്ലഡ്, പിന്നെന്താ സുനാമി, പിന്നെ അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റർ ആണ് അതൊക്കെ. അപ്പൊ അതില് നമ്മൾ ആരും ഉണ്ടാക്കണതല്ല, നമ്മുടെ കുറ്റം കൊണ്ടല്ല. നമ്മൾ വിചാരിക്കണില്ല ഇങ്ങനെ ഫ്ലഡ് ഇതൊക്കെ വരുള്ളൂ. അപ്പൊ രാത്രി ഉറങ്ങി കിടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഇത് വരുന്നത്. അപ്പൊ അതിലൊരുപാട് ജനങ്ങൾ, ദശലക്ഷത്തിന് ആൾക്കാർ അതിനിരയാവുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് ഇവർക്ക് എന്താ അതിലൊരുപാട് നമ്പർ ഓഫ് മരിക്കുന്നുണ്ട്, നമ്പർ ഓഫ് ഡെത്ത്, ഒരുപാട് മരണം സംഭവിക്കുന്നുണ്ട്, സഫറിങ്, അവരൊരുപാട് വേദനകൾ എന്ന് വെച്ചാൽ റിലേറ്റീവ്സും വീടും എല്ലാം പോയി. അപ്പൊ വയനാട് അവർക്ക് സ്വത്ത് എന്ന് പറയാനായിട്ടൊന്നും ഉണ്ടാവില്ല, വീട് ഒലിച്ചു പോയി, ആള് കൂടി പോലും മൊത്തം ഒരു വീട്ടിലുള്ള എല്ലാവരും പോയി. അപ്പൊ അങ്ങനെ സഫർ ചെയ്യുന്നത്. പിന്നെ എക്കണോമിക്കൽ അവരെ സമ്പത്ത് അവരുണ്ടാക്കി, അതുവരെ ഉണ്ടാക്കി കൂട്ടിയ എല്ലാവരും ഒലിച്ചുപോയി. നാച്ചുറൽ ഡിസാസ്റ്റർ വന്ന് എല്ലാം നശിച്ചുപോയി, ഒക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെയുള്ള ഇതില് നാച്ചുറൽ ഡിസാസ്റ്റർ നമ്മൾ ആരെയും കുറ്റം കൊണ്ട് ഉണ്ടാവണതല്ല. അപ്പൊ ദശലക്ഷത്തിന് ആളുകൾ ഇതുപോലെ ഓരോ വർഷവും ആനുവലി ആയിട്ട് ഓരോ വർഷം കൂടുമ്പോഴും പ്രകൃതി ദുരന്തത്തിന് ഇരയാവുകയും പിന്നെന്താ മരണത്തിന് ഒരുപാട് പേര് മരിക്കാൻ കാരണമാവുകയും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്, ഇല്ലേ? പിന്നെന്താ പറഞ്ഞേ? ആൻഡ് ദ പൂറസ്റ്റ് കൺട്രീസ് ആർ മോസ്റ്റ്ലി അഫക്റ്റഡ്. ഇത് നിങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി, അല്ലാണ്ട് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല.
ഇത് കഴിഞ്ഞിട്ട് പഠിക്കാനുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഡിസാസ്റ്റർ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കണുണ്ടാവും ഇപ്പൊ ഫ്ലഡ് വന്നു, ഈ നാച്ചുറൽ ഡിസാസ്റ്റർ, ഇതൊക്കെ ഒരുപാട് പേര് മരിക്കുന്നുണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയാം. ഇതൊക്കെ ഇവിടെ പറയാൻ എന്തിനാന്ന് ഇപ്പൊ ഒരുപാട് പേർക്ക് വിചാരിക്കുന്നുണ്ടാവും. ഇതെന്ന് വെച്ചാൽ നിങ്ങൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പഠിക്കുമ്പോ നാളെ നിങ്ങളോട് ആരെങ്കിലും ഡിസാസ്റ്റർ എന്താണെന്ന് ചോദിക്കുമ്പോ നമ്മളൊന്നും അറിയാണ്ടാവരുത്. ഇത്രയും പഠിച്ച ആൾക്ക് ഇതൊരെണ്ണം അറിയില്ലല്ലോ എന്ന്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അടുത്ത പേജ് തുടങ്ങിയാൽ നിങ്ങൾക്ക് ശരിക്കും പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കിയിരുന്നാൽ മതി. എന്താന്നുള്ളത് നിങ്ങൾ അറിഞ്ഞാൽ മതി. പിന്നെന്താ എന്ത് പറഞ്ഞു, പിന്നെ ഒരുപാട് ജനങ്ങൾ, മില്യൺസ് ഓഫ് പീപ്പിള് ഇതിനിരയാവും. ഓരോ വർഷവും എന്ത് നടക്കും? ഡെത്ത്, സഫറിങ്, എക്കണോമിക്, അവർക്ക് സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ദ പൂറസ്റ്റ് കൺട്രീസ് ആർ മോസ്റ്റ്ലി അഫക്റ്റഡ് ഡിസാസ്റ്റർ എക്കണോമിക്കലി ആൻഡ് സോഷ്യലി. ആൻഡ് ദ പൂറസ്റ്റ് കൺട്രീസ്, ഇത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഈ നാച്ചുറൽ ഡിസാസ്റ്റർ ആയാലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെ? പൂറസ്റ്റ് കൺട്രീനെ അല്ലെ? ദാരിദ്ര്യ രാജ്യങ്ങൾ, അവരെയാണ് ഇത് ബാധിക്കണേ. പിന്നെ അവർക്ക് അതിൽ നിന്ന് റിക്കവർ ആയിട്ട് വരാനായിട്ട് ഒരുപാട് വർഷങ്ങൾ എടുക്കും. അവരുണ്ടാക്കിയത് മുഴുവനും ഒലിച്ചു പോയി, എല്ലാം കഴിഞ്ഞു, അവരുടെ റിലേറ്റീവ്സും എല്ലാവരും പോയി കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എക്കണോമിക്കലായിട്ടും സോഷ്യലായിട്ടും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണ്? പൂവറസ്റ്റ് കൺട്രീസിനെ. ഓക്കെ, പിന്നെന്താ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്യാൻ ബി ഡിഫൈൻഡ്. നമ്മൾ എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്? ഇത്രയും നേരം നമ്മൾ പറഞ്ഞതൊക്കെ എന്താണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതിന്റെ പ്രയോറിറ്റി എന്താ, അതിന് എത്ര സെക്കൻഡ് പ്രോബ്ലംസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്. ഇത് ആരെയാണ് കൂടുതൽ ബാധിക്കുക എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി എന്താ പറയണേ? എന്താണ് ഡിസാസ്റ്റർ എന്നുള്ള ഡെഫിനിഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഡിഫൈൻ ചെയ്യണത്? ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് റിസോഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ഡീലിംഗ് വിത്ത് ഓൾ ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്സ് ഓഫ് എമർജൻസി. എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു ഡിസാസ്റ്റർ എന്നത് ദുരന്തങ്ങളുടെ, നമ്മളിപ്പോ പറഞ്ഞത് എന്താ? പൂവറസ്റ്റ് കൺട്രീസിന് ഏറ്റവും കൂടുതൽ ഇത് എക്കണോമിക്കായും സോഷ്യലായും ബാധിക്കും. അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപെൻഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ, ഇതിന്റെ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ്, അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം, റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. എന്തിനാ? വിത്ത് ഓൾ ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്സ് ഓഫ് എമർജൻസീസ്, അടിയന്തര സാഹചര്യങ്ങളിൽ ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ, ഈ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുമ്പോൾ അതിന്റെ അനന്തഫലങ്ങൾ പിന്നീട് അതിന്റെ നമുക്കിത് ഉണ്ടാവാതിരിക്കാൻ നമുക്ക് സംരക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് ഉണ്ടാവാതെ നോക്കാൻ നമുക്ക് പറ്റും. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാല് നമ്മൾ ഒരാളല്ല, മൊത്തം ഓർഗനൈസേഷൻ മാനേജ്മെന്റ്, നമ്മൾ അതിന്റെ മൊത്തം ഒരു കൂട്ടായിട്ട് ഇരുന്ന് നമ്മളുടെ കാര്യങ്ങൾ ചെയ്താൽ ഒരുവിധം വരെ നമുക്കിത് തടയാൻ പറ്റും. ഇല്ലേ? ഇപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത് നമ്മൾ വിചാരിക്കും എന്താ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത്? സ്ഥലമില്ല വെള്ളത്തിന്. നമ്മളുടെ ഭൂമിയുടെ അടിയിൽ എന്താ? കടലാണ്. നമുക്കറിയാം ഭൂമിയുടെ അടിയിൽ കടലാണ്. അപ്പൊ നമ്മൾ അവിടെ നികത്തി ഓരോരുത്തരും വീടും കൊട്ടാരങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പൊ വെള്ളക്കാരുടെ ഇപ്പൊ കൂടുതൽ എന്താ? കര കൂടുതൽ, കടല് കുറവും കര കൂടുതലാണ്. അപ്പൊ ഈ കടല് ശരിക്കും ഈ കടലിനാണ് ഏറ്റവും കൂടുതൽ. കടലാണ് നമ്മളുടെ ഇവിടെ കൂടുതൽ ഉണ്ടാവുന്നത്. പക്ഷെ കരയാണ് കൂടുതൽ. ഓരോരുത്തർ അതൊക്കെ നികത്തി അവിടെ വീട് വെക്കുന്നു. അപ്പൊ ഈ കടലിൽ ഒഴുകാൻ സ്ഥലം വേണ്ടേ? അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്ക് അത് വെള്ളം അവരുടെ ഒരു കണ്ടന്റ് ഉണ്ട്. ഇത്രയും വെള്ളം എന്നുള്ള ആ കണ്ടന്റ് നിറഞ്ഞു കഴിയുമ്പോഴാണ് വീടിന്റെ മേലേക്കൊക്കെ പോണത്. അപ്പൊ നമ്മൾ കൃഷി സ്ഥലം എന്ത് ചെയ്യും? മരങ്ങളൊക്കെ വെട്ടി എല്ലാം റെഡിയാക്കി അവിടെ വീട് വെക്കാനാണ് നമ്മളെല്ലാവരും നോക്കുള്ളൂ. ഓരോരുത്തരും നമ്മളുടെ ഉള്ളിലതാണ്. പക്ഷെ നമ്മളിങ്ങനെ മരങ്ങളൊക്കെ വെട്ടി വീട് വെക്കുമ്പോൾ പ്രകൃതിക്ക് എന്ത് വരും? പ്രകൃതിക്ക് നല്ല രീതിയിൽ ആ പ്രകൃതി ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു, പക്ഷെ ഇത്ര ഒന്നും ഉണ്ടായില്ല. ഇപ്പൊ ഉണ്ടായത് കൂടുതലും നമ്മളുടെ ആ ഒരു പ്രവൃത്തി, നമ്മളെങ്ങനെയാണ് ആ പ്രകൃതിയെ സ്നേഹിക്കുന്നത് അതനുസരിച്ച് ആ പ്രകൃതി നമുക്കും തരുള്ളൂ. പ്രകൃതി ശോഭിക്കനാണ് പ്രകൃതി നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെന്താ പറഞ്ഞത്? അപ്പൊ ഇതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്തേക്കുന്നതാണ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് റിസോഴ്സസ് റെസ്പോൺസിബിലിറ്റി. അവർക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം അത് ഡീൽ ചെയ്യാൻ. ഫോർ ഡീലിംഗ് എങ്ങനെ? ഓൾ ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്സ് എമർജൻസി എന്ന് വെച്ചാൽ ഈ അടിയന്തര സാഹചര്യങ്ങളിൽ, മറ്റേ എമർജൻസി ആയ ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റർ അങ്ങനെ എന്തെങ്കിലും ഉള്ള സാഹചര്യത്തിൽ നമ്മൾ എന്താ മാനുഷിക വശങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ ഉത്തരവാദിത്തപ്പെടണം. ആരോട്? ഓർഗനൈസേഷനും മാനേജ്മെന്റും എല്ലാവരും കൂടി ചേർന്ന് നമ്മൾ അതിനൊരു ഉത്തരവാദിത്വം ഉണ്ടാക്കണം. അതിനെ പറയുന്ന പേരാണ് എന്ത്? അതിനെന്താ നമ്മൾ പറയണത്? അതിന്റെ പറയുന്ന പേരാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ,
ഒന്നുകൂടി പറയാം. നമ്മൾ ഒരു നമ്മൾ അതിന് എങ്ങനെയാണ് റെസ്പോൺസിബിലിറ്റി ചെയ്യാം? ഇൻ പർട്ടിക്കുലർ പ്രിപ്പയർഡ്, നമ്മൾ അതിനൊരു തയ്യാറെടുക്കണം. നമ്മൾ എങ്ങനെയാണ് പ്രത്യേക ഒരു തയ്യാറെടുപ്പ് എടുക്കണം. നമുക്കറിയാം ഇപ്പൊ എല്ലാവരും വീട് വെച്ചാലും ഒരു വിധം കടല് ആ ഏരിയയിലൊക്കെ പോയി അവിടെ വെള്ളപ്പൊക്കം വന്നാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി അടുത്ത കൊല്ലവുമായാലും ഇനി വരാൻ പോണതായാലും ഫ്ലഡ് വരും. അതിനുള്ള ഒരു ഇതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആരും കുന്നിന്റെ മുകളിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവും വിചാരിച്ച് കുന്നിന്റെ മുകളിലൊന്നും പോയി ഇനി ആരും സ്ഥലം മേടിച്ച വീട് പണിയൊന്നും ചെയ്യില്ല. കാരണം കുന്നിന്റെ മുകളിൽ അത് കുന്ന് തന്നെയാണ്. അത് ഇടിച്ച് നികത്തി നമ്മൾ വീട് വെച്ചാല് പിന്നീട് അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക, തയ്യാറെടുപ്പെടുക്കാം, നമ്മൾ നോക്കാം. പിന്നെ റെസ്പോൺസ്, നമ്മൾ അതിനെതിരെ പ്രതികരിക്കുക. ആരെങ്കിലും അങ്ങനെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? അതിനെതിരെ പ്രതികരിക്കുക. റിക്കവറി ഇൻ ഓർഡർ റെഡ്യൂസ് ആഫ്റ്റർ എഫക്ട് ഡിസാസ്റ്റർ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഡിസാസ്റ്ററിന്റെ ആ ഒരു എഫക്ട് കുറയ്ക്കാൻ പറ്റും. ഭയങ്കരമായിട്ട് ഭയങ്കര ഡിസാസ്റ്റർ നമുക്കത് കുറച്ച് അതിന്റെ ആഫ്റ്റർ എഫക്ട് പിന്നീടുള്ള അനന്തര ഫലങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇതിന് കുറയ്ക്കാൻ പറ്റാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി, നമ്മളൊരാൾ വിചാരിച്ചത് പറ്റില്ല, നമ്മൾ മൊത്തം എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മളൊരു ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് റിസോഴ്സസ് അവരോട് ഉത്തരവാദിത്തപ്പെട്ട് അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞൊരു ഡീലിംഗ് ആയിട്ട് നമ്മൾ അവരെ കൂടെ നിൽക്കാം, എല്ലാവരും ഒരുമിച്ച്. അതിനെ പറയണ ഒരു ഇതാണ് എന്താ, അതിനെ പറയണ പേരാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പൊ ഒന്നുകൂടി പറയാ, എന്താ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ദുരന്തങ്ങളുടെ നമ്മുടെ അനന്തഫലങ്ങൾ പിന്നീട് ആഫ്റ്റർ എഫക്ട്, ഈ ദുരന്തങ്ങൾ ഡിസാസ്റ്റർ ഉണ്ടാവുമ്പോൾ അതിന്റെ പിന്നീട് ആഫ്റ്റർ എഫക്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം? ആഫ്റ്റർ എഫക്ട് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രത്യേക തയ്യാറെടുപ്പ് പ്രിപ്പയർ ചെയ്യണം. പ്രത്യേക തയ്യാറെടുപ്പും പ്രതികരണങ്ങളും പിന്നെ എന്ത് വേണം? വീണ്ടെടുക്കൽ, റിക്കവറി, വീണ്ടെടുക്കലും ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യണം? അടിയന്തര സാഹചര്യങ്ങളുടെ എല്ലാ വശങ്ങളും, മാനുഷ്യവശങ്ങൾ, അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാവണ ആ സമയത്ത് എല്ലാ വശങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് ഉത്തരവാദിത്തത്തോടെ ഓർഗനൈസേഷനും മാനേജ്മെന്റും കൂടി ചെയ്യുന്നതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ? ഡിസാസ്റ്ററിന്റെ ഡെഫിനിഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഫസ്റ്റ് ഞാൻ പാരാഗ്രാഫിലൊന്നുമില്ലല്ല. ഫസ്റ്റ് നമ്മള് എന്താ ഇതിലൊന്നും പറയാനില്ല. മനുഷ്യരാശി രൂപപ്പെട്ട അന്ന് മുതൽ എന്തുണ്ട്? ഡിസാസ്റ്റർ ഉണ്ട്. പിന്നെ ഇതെല്ലാ സമൂഹത്തെയും ഒരുപോലെ ബാധിക്കും. സെപ്പറേറ്റ് അല്ലല്ല ദുരന്തങ്ങൾ സാധിക്കും, ഒരുപോലെ സാധിക്കും. പിന്നെന്താ? ഒരുപാട് സാമ്പത്തിക നഷ്ടമായാലും കൊല്ലപ്പെട്ടതായാലും എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം, രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നതാണ് ഈ ഡിസാസ്റ്റർ, ദുരന്തങ്ങൾ. പിന്നെ നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ അതില് ഒരുപാട് പേര് മരിക്കും, പിന്നെ ഒരുപാട് പേര് സഫർ ചെയ്യും, പിന്നെ എക്കണോമിക് ലോസ് വരും. ഇങ്ങനെ എക്കണോമിക് ലോസ് ഒക്കെ വന്നാൽ എക്കണോമിക്കലായും സോഷ്യലായിട്ടും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണ്? പൂവറസ്റ്റ് കൺട്രീസിനെ. ഓക്കെ, ആരെയാണ് ബാധിക്കുന്നത്? പൂവറസ്റ്റ് കൺട്രീസ്. ദാരിദ്ര്യ രാജ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ നാച്ചുറൽ ഡിസാസ്റ്റർ ഒക്കെ വന്നാലും, നാച്ചുറൽ ഡിസാസ്റ്റർ അല്ല എന്ത് ഡിസാസ്റ്റർ വന്നാലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പൂവറസ്റ്റ് കൺട്രീസിനെയാണ്. അവർക്ക് അവിടെ നിന്ന് റിക്കവർ ആയി സാധാരണ ലെവലിൽ വരാനായിട്ട് സമയമെടുക്കും. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താ പറഞ്ഞേ? എന്താ മാനേജ്മെന്റ് എന്ന് പറഞ്ഞേ? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണത് എന്ന് വെച്ചാൽ എന്താ? ദുരന്തങ്ങൾ, ഈ ഡിസാസ്റ്റർ ഉണ്ടായിട്ട് പിന്നീട് അതിന്റെ അനന്തഫലങ്ങൾ, ആഫ്റ്റർ എഫക്ട് കുറയ്ക്കാൻ പറ്റും നമുക്ക്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറെടുപ്പ് നടത്തണം. അതുപോലെ തന്നെ റെസ്പോൺസ് ചെയ്യുക, റിക്കവറി ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അടിയന്തര സാഹചര്യത്തിലെല്ലാം മാനുഷിക വശങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കൊണ്ടായി കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അതെങ്ങനെ ചെയ്യണം? ഉത്തരവാദിത്തത്തോടെ, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഓർഗനൈസേഷൻ, ഉത്തരവാദിത്തത്തോടെ ഓർഗനൈസേഷനും മാനേജ്മെന്റും കൂടി ചെയ്യണം. അതിനെ പറയുന്ന പേരാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ എല്ലാവർക്കും? അതോ ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു പാരാഗ്രാഫ് പറഞ്ഞത്. എന്താണ് ഡിസാസ്റ്റർ എന്ന് നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ അതിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് അറിയണം. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞ? ഡിസാസ്റ്ററിന്റെ ഡെഫിനിഷൻ എന്താ? ഡിസാസ്റ്ററിന്റെ നിർവചനം. അതിൽ നമ്മൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താ ഡിഫൈൻ ചെയ്തേക്കണേ? താഴെ പറയുന്ന എനി എഫക്ട് ദാറ്റ് കോസസ് എന്ന് വെച്ചാൽ എന്താ? താഴെ പറയുന്ന കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ഡിസാസ്റ്റർ ഉണ്ടാകുന്നത്. ആരാ പറഞ്ഞത്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ താഴെ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ആ കോസ് എന്താന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താ? ഡാമേജ്. ഫസ്റ്റ് എന്താ? ഡാമേജ്, നാശം. എന്തെങ്കിലും നാശം വന്നാലും നമ്മൾ അതിനെന്ത് പറയും? ഡിസാസ്റ്റർ എന്ന് പറയും, ദുരന്തം പറയും. ഡിസ്ട്രക്ഷൻ. ഡിസ്ട്രക്ഷൻ എന്താ? തടസ്സം. എന്തെങ്കിലും തടസ്സം ഉണ്ടായാലും നമ്മൾ പറയും ദുരന്തം. ഡിസ്ട്രക്ഷൻ. ഇതൊക്കെ ആരാ പറയണേ? ആര് ഡിസൈൻ ചെയ്തതാ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിസൈൻ ചെയ്ത കുറച്ച് കാരണങ്ങളാണ് പറയണത്. ഡാമേജ്, ഡിസ്ട്രക്ഷൻ. ഡാമേജ് എന്ന് വെച്ചാൽ നാശം വന്നാൽ. പിന്നെ ഡിസ്ട്രക്ഷൻ, എന്തെങ്കിലും തടസ്സം വന്നാൽ. ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, എന്താ? മനുഷ്യജീവന്റെ നഷ്ടം. ആരെങ്കിലും ഒരാൾ മരിച്ചു പോയാലും നമ്മൾ എന്താ? അതൊരു ദുരന്തം എന്ന് പറയും, അല്ലേ? അത് നമുക്ക് വിഷമല്ലേ? നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് അതിൽ മരിച്ചു പോയാലും നമുക്ക് എന്താ? അതൊരു നഷ്ടമാണ്. അപ്പൊ ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, മനുഷ്യജീവൻ പോയാലും നമുക്കതൊരു നഷ്ടമാണ്. പിന്നെന്താ? ഡിറ്റീരിയറേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സർവീസസ് ഓൺ സ്കെയിൽ സഫിഷ്യന്റ് ടു വാറന്റ് ആൻ എക്സ്ട്രാ ഓർഡിനറി റെസ്പോൺസ് ഫ്രം ഔട്ട്സൈഡ് ദ അഫക്റ്റഡ് കമ്മ്യൂണിറ്റി ഓർ ഏരിയ. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഡിറ്റീരിയറേഷൻ. ഡിറ്റീരിയറേഷൻ വെച്ചാൽ എന്താ? അവസ്ഥകൾ നമ്മൾ നല്ലതുമല്ല എന്നാ ചീത്തയല്ല, ഒരു ഏകദേശം മോശമായ അവസ്ഥ. അതെങ്ങനെയാണ്? ഹെൽത്ത്, നമ്മുടെ ആരോഗ്യത്തിന്റെ ഒരു അവസ്ഥയും ഹെൽത്ത് സർവീസ്, ആരോഗ്യ സേവനങ്ങൾ ഓൺ സ്കെയിൽ, അതിന്റെ ഓരോ അളവ് എങ്ങനെയായിരിക്കും? സഫിഷ്യന്റ് എന്ന് വെച്ചാൽ എന്താ? മതിയായ അളവില് വാറന്റ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി റെസ്പോൺസ് ഫ്രം ഔട്ട്സൈഡ് അഫക്റ്റഡ് കമ്മ്യൂണിറ്റി ഏരിയ. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പുറത്ത് നിന്നിട്ട് ഒരു ഏരിയയുടെ, നമ്മൾ ഓരോ ഏരിയയിൽ പുറത്തു നിന്നിട്ട് നമ്മൾ സാധാരണമല്ലാത്ത ഒരു അസാധാരണമായ പ്രതികരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യത്തിന്റെയും ഹെൽത്ത്, എന്താ? ആരോഗ്യത്തിന്റെയും ഹെൽത്ത് സർവീസ്, ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സർവീസിന്റെ മോശമായ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ നല്ലതുമല്ല ചീത്തയല്ല, അതിന്റെ അളവില് ആ മോശമായ ഒരു അവസ്ഥയെ ബാധിക്കുന്ന സമൂഹം, അതാണ് നമ്മൾ എന്ത് പറയും? അതിനെ നമ്മൾ എന്താ പറയാ? ഡിസാസ്റ്റർ. ഒന്ന് ഞാൻ പറഞ്ഞുതരാം, ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മുടെ ആരോഗ്യം എങ്ങനെ ഇരിക്കണേ? ഹെൽത്തി ആയിട്ട്. അപ്പൊ നമ്മൾ ഒരു ഹെൽത്തും അല്ല അതാണ് ഹെൽത്തും അല്ല, അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മുടെ ആരോഗ്യം നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ചുറ്റുപാടും സഫിഷ്യന്റ് എൻവയറൻമെന്റ് എക്സ്ട്രാ റെസ്പോൺസ് ഔട്ട്സൈഡ് അഫക്റ്റഡ് കമ്മ്യൂണിറ്റി, അത് നമ്മളുടെ ആരോഗ്യം എല്ലാ സ്ഥലത്തും എങ്ങനെയായിരിക്കും? ചില സ്ഥലത്ത് ഇപ്പൊ ഒരാൾക്ക് വൈറസ് ഫീവർ ആണെങ്കിൽ ആ ഏരിയ മൊത്തം അവിടെ എന്തായിരിക്കും? വൈറൽ ഫീവർ ആയിരിക്കും. അതെങ്ങനെ? വൈറൽ ഫീവർ ആയതുകൊണ്ട് ഭയങ്കര പകർച്ച. അപ്പൊ ആ ഏരിയയില് കമ്മ്യൂണിറ്റി, ആ ഏരിയയില് മൊത്തം അത് എല്ലാവർക്കും പനി തന്നെ ആയിരിക്കും. പനിയാണ്. ചിക്കൻ ബോക്സ് ആണെങ്കിൽ ഒരു ഏരിയ മുഴുവൻ എന്തായിരിക്കും? ചിക്കൻ ബോക്സ് ആയിരിക്കും. അതിന്റെ വൈറസ് വന്ന് ഒരു ഏരിയ ഫുള്ള്, ഒരാളല്ല അത് ബാധിക്കുന്നത്. അപ്പൊ പുറത്ത് നിന്നിട്ട് സാധാരണയല്ലാത്ത അസാധാരണമായ എന്തെങ്കിലും പുറത്ത് നിന്ന് വന്നു കഴിഞ്ഞാല് അതിന്റെ പ്രതികരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എന്താ? നമ്മുടെ ആരോഗ്യത്തിന്റെയും ആരോഗ്യ പരിചരണത്തിന്റെയും ഒരു മോശമായ അവസ്ഥയെ ബാധിക്കുന്ന സമൂഹം അല്ലെങ്കിൽ പ്രദേശം, അതിനെ നമ്മൾ എന്ത് പറയും? ആ ഒരു സമൂഹത്തെയും ആ ഒരു പ്രദേശത്തെ നമ്മൾ എന്താ പറയാ? ഡിസാസ്റ്റർ എന്ന് പറയും. ഇതാര് പറഞ്ഞത്? വിഭജനങ്ങളാ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അപ്പൊ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഒരു സംഘടനയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്താ? ഒരു സംഘടന. ആ സംഘടന പറഞ്ഞേക്കുന്നത് ഡാമേജ്, ഇൻസ്ട്രക്ഷൻ, ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. ഇതും കൂടാതെ ഏതെങ്കിലും ഒരു ആരോഗ്യപരമായി അല്ലെങ്കിൽ ആരോഗ്യ സർവീസ്, ഹെൽത്ത് സർവീസ് ആയിട്ട് ആ ഒരു ഭാഗത്ത് സഫിഷ്യന്റ് എന്തെങ്കിലും റെസ്പോൺസ് പുറത്തു നിന്ന് അത് ബാധിച്ചാൽ അതൊരു സമൂഹത്തെ തന്നെ ബാധിക്കും. അഫക്റ്റഡ് കമ്മ്യൂണിറ്റി ഓർ ഏരിയ, ആ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ആ ഒരു ഏരിയയെ ബാധിക്കും. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയും? ഡിസാസ്റ്റർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങൾ ഓർത്തിരിക്കുക, അറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഡിസാസ്റ്റർ. അത് ആരാ പറഞ്ഞ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന സംഘടന പറഞ്ഞതാണ്. നെക്സ്റ്റ് എന്താ? ഡിസാസ്റ്റർ. നമ്മൾ പറഞ്ഞു ഡിസാസ്റ്റർ, ദുരന്തങ്ങൾ എന്ന് പറഞ്ഞു. ദുരന്തങ്ങൾ 2 തരത്തിലുണ്ട്, എക്സ്റ്റേണലും ഉണ്ട് ഇന്റേണലും ഉണ്ട്. അതെല്ലാത്തിനും ഉണ്ട്. പിന്നെ മേജർ ഡിസാസ്റ്റർ ഉണ്ട്. അപ്പൊ എക്സ്റ്റേണൽ, ഇന്റേണൽ, പിന്നെ മേജർ ഡിസാസ്റ്റർ. അപ്പൊ നമുക്ക് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ എന്താ നോക്കാം. എക്സ്റ്റേണൽ എന്ന് വെച്ചാൽ എന്താ? നമുക്കറിയാം എക്സ്റ്റേണൽ എന്താ? പുറത്ത് നടക്കുന്നത്, പുറത്തുള്ള ദുരന്തങ്ങൾ അല്ലെ? അപ്പൊ എന്താ? ട്രെയിൻ ആക്സിഡന്റ്, ബോട്ട് ആക്സിഡന്റ്. നമ്മൾ കേട്ടിട്ടുണ്ട് ട്രെയിൻ മറിഞ്ഞു, ട്രെയിൻ പാളം തെറ്റി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ട്രെയിൻ ആക്സിഡന്റ് അതൊരു എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ആണ്. ട്രെയിൻ ആക്സിഡന്റ്, ബോട്ട് ആക്സിഡന്റ്.
എന്താണ് ട്രെയിൻ ആക്സിഡന്റും ബോട്ട് ആക്സിഡന്റും എക്സ്റ്റേണൽ ഡിസാസ്റ്റർ. പിന്നെ കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ്. എന്താ ഓട്ടോമൊബൈലിൽ സങ്കീർണമായ ഓട്ടോമൊബൈൽ അപകടം ഉണ്ടാവും. അപ്പൊ എക്സ്റ്റേണൽ എന്താണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കാം. എക്സ്റ്റേണൽ ആക്സിഡന്റ് എന്താണെന്ന് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പൊ എക്സ്റ്റേണൽ ആക്സിഡന്റ് ട്രെയിൻ ആക്സിഡന്റ് എക്സ്റ്റേണൽ ആണ്, ബോട്ട് ആക്സിഡന്റ് എക്സ്റ്റേണൽ ആണ്, പിന്നെ ഓട്ടോമൊബൈൽ ആക്സിഡന്റ് അതും എക്സ്റ്റേണൽ ആണ്. പിന്നെ എക്സ്പ്ലോഷൻ, പിന്നെ ഫ്ലഡ്. എക്സ്പ്ലോഷൻ എന്താ? സ്ഫോടനം അല്ലേ? എന്തെങ്കിലും ബോംബ് ഇട്ടാലും അതൊരു ഡിസാസ്റ്റർ ആണ്. അപ്പൊ എക്സ്പ്ലോഷൻ എന്ത് ആക്സിഡന്റ്, എന്ത് ഡിസാസ്റ്റർ? എക്സ്റ്റേണൽ ആണ്. എക്സ്റ്റേണൽ ഓർത്തിരിക്കുക. എക്സ്റ്റേണൽ എക്സ്പ്ലോഷൻ. ഫ്ലഡ് വെള്ളപ്പൊക്കം, അതും പുറത്ത് നമുക്ക് കാണാൻ പറ്റും, പുറത്തല്ലേ? അപ്പൊ അതും ഇതാണ്. പിന്നെ എയർപ്ലെയിൻ ആക്സിഡന്റ്, എയറോപ്ലെയിന് നമ്മള് പെട്ടെന്ന് പ്ലെയിൻ പോകേണ്ട സമയത്ത് പെട്ടെന്ന് കത്തിപ്പോയി, ഓടിക്കൊണ്ടിരിക്കുന്ന പ്ലെയിൻ കത്തിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതും എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ആണ്. പിന്നെ ടൊർണാഡോ, സുനാമി, എർത്ത് പോക്ക്. സുനാമി, പിന്നെ ഭൂകമ്പം, പിന്നെ ടൊർണാഡോ, ചുഴലിക്കാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതും എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ആണ്. മാൻമെയ്ഡ് ഡിസാസ്റ്റർ ലൈക്ക് റിയോട്സ് എന്ന് വെച്ചാൽ എന്താ? കൊലപായി, ഓരോ കലാപം പോലുള്ള മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ, കലാപം പോലെ ഓരോ കലാപങ്ങൾ, യുദ്ധങ്ങൾ ഉണ്ടാവും. അപ്പൊ ഓരോരോ മനുഷ്യന്മാര് മരിക്കും, അതും ഒരു ഡിസാസ്റ്റർ ആണ്. അത് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ആണ്. എന്താണ് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ? ഇന്റേണൽ ഡിസാസ്റ്റർ ബോംബ് ത്രെട്ട്. എന്താ? ബോംബ് ഭീഷണി ഇട്ടിട്ടില്ല, ബോംബ് ഭീഷണി പറയാണ്, അതാണ് ഇന്റേണൽ ഡിസാസ്റ്റർ. ഫയർ, തീ. പിന്നെ മെഡിക്കൽ ഗ്യാസ് ലീക്ക്, വന്നത്, മെഡിക്കലില് ഗ്യാസ് ലീക്ക് വന്നതും ഇന്റേണൽ ഡിസാസ്റ്റർ ആണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഇന്റേണലും എക്സ്റ്റേണലും ഒന്ന് വായിച്ചു നോക്കിയ എല്ലാവരും. ഇന്റേണൽ ഡിസാസ്റ്ററും എക്സ്റ്റേണൽ ഡിസാസ്റ്ററും ഒന്ന് വായിച്ചു നോക്കിയേ. എന്താ ഇന്റേണൽ ഡിസാസ്റ്റർ, എക്സ്റ്റേണൽ? നിങ്ങൾക്ക് പറയാൻ പറ്റണ്ടോ നോക്കിയേ. ബോംബ് 3 ഉള്ളൂ ഇന്റേണൽ ആയിട്ട്. ബോംബ് ഭീഷണിയും, ഫയറും, മെഡിക്കൽ ഗ്യാസ് ലീക്കും. ഗ്യാസ് ലീക്ക് എല്ലാം പെടും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താ? എല്ലാവരും വായിച്ചു നോക്കിയില്ലേ? നിങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞിരുന്നാ മതി. ഓക്കെ, നെക്സ്റ്റ് എന്താ? മേജർ ഡിസാസ്റ്റർ. ഇത് നമ്മള് കേട്ടിട്ടുള്ളതാ, നമ്മൾ അറിഞ്ഞിട്ടുള്ളത്, നമ്മളുടെ ചുറ്റുപാട് നടന്നത്. മേജർ ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ പ്രധാന ദുരന്തങ്ങൾ. ഒരുപാട് ദുരന്തങ്ങൾ, ഒരുപാട് ഡിസാസ്റ്റർ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു 4 പറഞ്ഞിട്ടുണ്ട്. ഏതാ? ഭോപ്പാലില് ഗ്യാസ് ട്രാജഡി, ഭോപ്പാലിലെ വാതക ദുരന്തം നമ്മൾ കേട്ടിട്ടുണ്ട്. ഭോപ്പാലില് വാതക ദുരന്തം നടന്നത്, അത് അഫക്റ്റഡ് ടു, അത് ഇത്രയേ ഉള്ളൂ. ഭോപ്പാലിൽ എന്ത് നടന്നു, എത്ര പേര് മരിച്ചു, അത് എത്ര പേരെ അഫക്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. നാളെ നമ്മളോട് ചോദിക്കുമ്പോ നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിച്ചിരുന്ന ആളോട് എന്തെങ്കിലും ഇന്ന സ്ഥലത്ത് ഭോപ്പാലിലും ട്രാജഡി ഉണ്ടായി എന്നൊക്കെ കേട്ടാൽ നമ്മള് ഭോപ്പാലിലാണെന്നൊക്കെ അറിയാത്തോട്ട് ചോദിക്കരുതല്ല. അപ്പൊ അതിന്റെ ഒരു നമ്മള് അതിന്റെ ഒക്കെ ഒരു അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വായിച്ചു വെച്ചേക്കാം. ഭോപ്പാലില് അഫക്ട് 2 ലക്ഷം ജനങ്ങളെ അഫക്ട് ചെയ്തു, 3000 പേര് മരിച്ചുപോയി. ഓക്കെ, പിന്നെന്താ? സൈക്ലോൺ ചുഴലിക്കാറ്റ്. അത് 2 വർഷം, എല്ലാ 2 വർഷം കൂടുമ്പോഴും സൈക്ലോൺ ചുഴലിക്കാറ്റ് ഉണ്ടാവും ആന്ധ്രാപ്രദേശിലും ഒറീസയിലും. ഓക്കെ, പിന്നെ എർത്ത് കോക്ക് എന്താ? ഭൂകമ്പം. അതെങ്ങനെ ഉണ്ടാവാം ഭൂകമ്പം? എവിടെയാണ്? 1993 മഹാരാഷ്ട്രയിലെ ലാത്തൂര് ഭൂകമ്പം ഉണ്ടായി. പിന്നെന്താ? സുനാമി. നമ്മളൊക്കെ അറിയാം സുനാമി 2024 ഡിസംബർ 26 ഇന്ത്യയിൽ ഉണ്ടായി. ഒരുപാട് ദക്ഷിണ ഇന്ത്യയിലെ ഒരുപാട് സ്ഥലത്ത്, തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബിനോയുടെ അവിടെയൊക്കെ സുനാമി അടിച്ചേർന്ന? ബിനോയ് പോയാ? ഇല്ല മാം. അപ്പൊ സുനാമി. ഓക്കെ, അപ്പൊ എവിടെയാണ് സുനാമി ഉണ്ടായത്? നമ്മുടെ ദക്ഷിണേന്ത്യൻ തീരപ്രദേശത്ത് 2024 ഡിസംബർ 26 ദക്ഷിണേന്ത്യൻ ഏരിയയിലൊക്കെ സുനാമി ഉണ്ടായിരുന്നു. ഒരുപാട്, അതില് 10,273 കറക്റ്റ് കണക്കാണ് പറഞ്ഞത്. ഷഹന ഇവിടെ എന്തെങ്കിലും പറഞ്ഞതാണോ? ബാംഗ്ലൂർ 2004 ഓക്കെ.
2004 ഓക്കെ. ഞാൻ എന്താ പറഞ്ഞേ? 2004 ഞാൻ പറഞ്ഞേ സുനാമി തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിരുന്നത്. മിസ് പറഞ്ഞത് 2024. ഓക്കെ, സോറി ട്ടാ, 2004. ഓക്കെ. അപ്പൊ സുനാമി ഉണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ നമ്മുടെ ഒരുപാട് കേരളത്തിൽ ഒരുപാട് ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നു സുനാമി. ചില ഏരിയയിലൊക്കെ ഒരുമിച്ചാണ്. തിരുവനന്തപുരത്ത്, കണ്ണൂർ ഉണ്ടായിരുന്നു, പിന്നെ എറണാകുളം ജില്ലയിലൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് സ്ഥലത്തുണ്ടായിരുന്നു. എറണാകുളത്ത് ചെറായില് ഭയങ്കര ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായതാ. അപ്പൊ 2004 ഡിസംബർ 26 ദക്ഷിണേന്ത്യ തീരപ്രദേശത്ത് ഉണ്ടായിരുന്നു. അവിടെ കറക്റ്റ് കണക്ക് പറഞ്ഞിട്ടുണ്ട് 10,273 ആൾക്കാർ കേരളത്തിൽ ഇത് മരിച്ചതാണ്. പിന്നെ ഒരുപാട് പേർക്ക് എത്ര ലക്ഷം, 2.5 ലക്ഷം അടുത്തുള്ള ആൾക്കാർ ഹോംലെസ്, വീട് നഷ്ടപ്പെട്ടു, അവർക്ക് കിടപ്പാടം വരെ പോയി. 27 ലക്ഷം പേരെ ബാധിച്ചു. അത്രയും പേരെ ബാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരുപാട് ഭയങ്കര വലിയൊരു ഡിസാസ്റ്റർ ആയിരുന്നു. അതാണ് മേജർ ഡിസാസ്റ്ററിൽ പെട്ടത്. അപ്പൊ ഒരുപാട് ദുരന്തങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് ആൾക്കാരൊക്കെ മരിച്ചതും കൊണ്ടുപോയതൊക്കെ ആയ ഒരു മേജർ ഡിസാസ്റ്റർ ആണ് ഭോപ്പാലിലെ ഗ്യാസും സൈക്ലോണും എർത്ത് സുനാമി എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താ ഡിസാസ്റ്റർ? എന്താ ഡിസാസ്റ്റർ നോക്കാം. നമ്മൾ പഠിച്ചു ഇത്രയും നേരം നമ്മൾ എന്തിനെ കുറിച്ചാ പറഞ്ഞേ? ഡിസാസ്റ്റർ, ദുരന്തത്തെ കുറിച്ചാ പറഞ്ഞേ. അപ്പൊ ഈ ഡിസാസ്റ്ററിൽ ഡി എന്താണ്? ഡിറ്റക്ഷൻ. ഡി എന്താ? ഡിറ്റക്ഷൻ. അറിയാത്തവർ എഴുതി വെച്ചോ. കണ്ടെത്തുക. ഡിറ്റക്ഷൻ എന്താ? കണ്ടെത്തുക. അപ്പൊ ഡിസാസ്റ്ററിലെ ഡി ഡിറ്റക്ഷൻ. പിന്നെന്താ? ഇൻസിഡന്റ് കമാൻഡ്. എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, എന്തെങ്കിലും ഒരു സംഭവമുള്ള കമാൻഡ്, ഇൻസിഡന്റ്. ഇപ്പൊ ഡിസാസ്റ്റർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാവും, ഇല്ലേ? ഡിസാസ്റ്റർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും. അപ്പൊ നമ്മളിപ്പോ ഇതൊരു കോഡായിട്ട് നമ്മൾ പഠിക്കണമെങ്കിലോ ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസാസ്റ്ററിന്റെ എല്ലാ ഇതും പഠിക്കണം. കാരണം നിങ്ങൾക്ക് പിന്നീട് ഡിസാസ്റ്റർ എന്താന്ന് ചോദിക്കും, അതിന്റെ ഫുൾ ഫോം നമുക്ക് അറിഞ്ഞിരുന്നാൽ നല്ലതാ. അപ്പൊ ഡിസാസ്റ്റർ നോക്കിയേ പഠിക്കാൻ. ഡിസാസ്റ്റർ എവിടെയെങ്കിലും പോയി കണ്ടെത്തി. ഡിസാസ്റ്ററിൽ എന്തെങ്കിലും ഒരു ഭൂകമ്പം ഉണ്ടായി അല്ലെങ്കിൽ സുനാമി ഉണ്ടായി, നമ്മുടെ മനസ്സിൽ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ഓർമ്മ വരാം. ഇപ്പൊ തന്നെ നമുക്ക് വയനാട്, അപ്പൊ നമ്മൾ അവിടെ പോയി കണ്ടെത്തി. വയനാട് എന്താ? ഡിറ്റക്ഷൻ. നമ്മൾ പോയി കണ്ടെത്തി, ഡിറ്റക്ഷൻ ചെയ്തു. അപ്പൊ അവിടെ ഉണ്ടായിരുന്നത് ഒരു ഇൻസിഡന്റ് ആണ്, ഒരു സംഭവമാണ്, അല്ലെ? അപ്പൊ ഇൻസിഡന്റ് കമാൻഡ്, ഇൻസിഡന്റ് കമാൻഡ്. അപ്പൊ ഐ എന്താ? ഇൻസിഡന്റ് കമാൻഡ്. നെക്സ്റ്റ് എസ് എന്താ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, സുരക്ഷയും സുരക്ഷിതത്വവും. നമുക്ക് സുരക്ഷയുണ്ട്, സേഫ്റ്റി. നമ്മളെ രക്ഷപ്പെടാൻ, നമ്മളെ സേഫ്റ്റി, നമ്മളെ രക്ഷപ്പെടുത്താനും നമുക്ക് സുരക്ഷിതമായ ഒരു ഇത് കിട്ടാനും, അതാണ് സേഫ്റ്റി. അപ്പൊ ഡിസിലിറ്റി, ഡിറ്റക്ഷൻ, ഇൻസിഡന്റ് ആൻഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. പിന്നെന്താ? അസസ് ഹസാർഡ് സപ്പോർട്ട്. അതിനെന്താ പറയാ? അത് സപ്പോർട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. അസസ് ഹസാർഡ്. അസസ് ഹസാർഡ് എന്ന് വെച്ചാല് അതൊരു പേരാണ്. അസസ് ഹസാർഡ് എന്താ? നോക്കട്ടെ. അസസ് ഹസാർഡ് അത് അപകടങ്ങളെ വിലയിരുത്തുക എന്ന് പറയുന്നതാണ്. അസസ് ഹസാർഡ് എന്ന് വെച്ചാൽ അപകടങ്ങളെ വിലയിരുത്തുക. ഓക്കെ, അത് എഴുതി വെച്ചോ. ഇനി എഴുതുന്നവരുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥങ്ങളൊക്കെ എഴുതി വെച്ചോ. അസസ് ഹസാർഡ് എന്ന് വെച്ചാൽ എന്താ? അപകടങ്ങൾ വിലയിരുത്തുക. ഇപ്പൊ എന്തെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? അപകടങ്ങൾ ഉണ്ടാവില്ലേ? അസസ് ഹസാർഡ് അപകടങ്ങൾ വിലയിരുത്തുക ആൻഡ് അപ്പൊ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ വിലയിരുത്തിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതാണ് പറഞ്ഞത് ഡിസാസ്റ്ററില് ഡി കഴിഞ്ഞു, ഐ കഴിഞ്ഞു, എസ് കഴിഞ്ഞു, ഇനി ആരും മറക്കണ്ട. അസസ് ഹസാർഡ്, അസസ് ഹസാർഡ്. നെക്സ്റ്റ് എന്താ? ട്രയാഗ് ആൻഡ് ട്രീറ്റ്മെന്റ്. ട്രയാഗ് ആൻഡ് ട്രീറ്റ്മെന്റ്. ട്രയാഗ് ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ചികിത്സയുടെ തന്നെയാണ് ട്രയാഗ് എന്ന് പറയുന്നത്. ചികിത്സിക്കുന്നത്, നമ്മള് നോക്കണത്, നമ്മൾ ട്രീറ്റ് ചെയ്യണത്, ട്രീറ്റ്മെന്റ്. അത് തന്നെയാണ് ട്രയാഗ് എന്ന് പറയുന്നത്. ട്രയാഗ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഓക്കെ,
നെക്സ്റ്റ് ഇവാക്വേഷൻ. ഇവാക്വേഷൻ എന്താ? ഒഴിപ്പിക്കല്. ഇവാക്വേഷൻ ഈ നമ്മൾ ഈ ആണ് പഠിക്കണേ. ഈ എന്താ? ഇവാക്വേഷൻ. ഈ ഇവാക്വേഷൻ ഇവാക്വേഷൻ ഒഴിപ്പിക്കുക. പിന്നെ നമ്മൾ ആറെന്താ? റിക്കവറി. റിക്കവറി എന്താ? വീണ്ടെടുക്കുക. അതിൽ നിന്ന് മുക്തായിട്ട് വീണ്ടെടുക്കുക. നമ്മൾ എന്താ ഡിസാസ്റ്റർ ഒക്കെ വന്നു, അതിനെ നമ്മൾ അതിജീവിച്ചു, എന്നിട്ട് നമ്മൾ വീണ്ടും റിക്കവർ ആവുകയാണ്, വീണ്ടെടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാ. ഡിറ്റക്ഷൻ കണ്ടെത്തുക, ഇൻസിഡന്റ് കമാൻഡ്, എന്തെങ്കിലും ഒരു സംഭവം കമാൻഡ് ചെയ്യുക, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, സുരക്ഷയും സുരക്ഷിതത്വവും, അസസാഡ് എന്താ? അപകടങ്ങൾ വിലയിരുത്തുക, ട്രയാഗ് ആൻഡ് ട്രീറ്റ്മെന്റ്, ചികിത്സ, എവാക്വേഷൻ എന്താ? ഒഴിപ്പിക്കൽ, റിക്കവറി, വീണ്ടെടുക്കൽ. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. എസ് സപ്പോർട്ട്. എസ് സപ്പോർട്ട് അല്ലേ? എസ് സപ്പോർട്ട് വേണ്ടില്ലല്ല. ഡിസാസ്റ്റർലെസ് പറഞ്ഞു നമ്മൾ. എസ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണ്. അവിടെ എസ് വരുന്നുണ്ട്, ശരിയാണ്. ഡിസാസ്റ്ററിന്റെ മുകളിൽ എസ് ഇല്ല. ഓക്കെ ട്ടാ, ശരി, സോറി. ലാസ്റ്റ് ആണ്. ഡിസാസ്റ്റർ എസ് സപ്പോർട്ട്, അതാണ് അതിന്റെ അടുത്ത വെച്ചേക്കണേ. അസസാഡ് അപകടങ്ങൾ വിലയിരുത്തുക, അതിന്റെ അടുത്തൊരു എസ് ഉണ്ട്. കഴിഞ്ഞിട്ടൊരു എസ് ഉണ്ട്, അത് അതിന്റെ അടിയിലേക്ക് കയറി, അതിന്റെ മുകളിലേക്ക് കയറി, ഇതാണ് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതാരാണ് പറഞ്ഞാണ് കണ്ടുപിടിച്ചതാരാണ്? ചിഞ്ചു. കൺഗ്രാസ് ചിഞ്ചു. ചിഞ്ചു ഇതാര്? വേറെ എത്ര നേരം ആരും, ഞാൻ പോലും അത് കണ്ടില്ല. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കലുണ്ട് ഒരുപാട് പേരല്ലേ. ഞാൻ വിചാരിച്ചു ഉച്ചക്കലത്തെ കഴിച്ച് ഫുള്ള് ഉറക്കായിരിക്കും. ബിനോയ് ഉണ്ടെന്ന് എനിക്കറിയാം, എല്ലാവരും ഉണ്ട്. ഓക്കെ, ഓക്കെ, എല്ലാവരും ഉണ്ടല്ലോ. ഫെമി, അനൂപ് കുമാർ, എല്ലാവരും ഉണ്ട്. ഓക്കെ, നല്ലത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? അപ്പൊ അത് ഡിസാസ്റ്റർ എല്ലാവരും വായിച്ചു നോക്കിയില്ലേ? ഒന്നുകൂടി പറയാ. ഡിറ്റക്ഷൻ, ഇൻസിഡന്റ് കമാൻഡ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, അസസ് ഹസാർഡ്, എസ് സപ്പോർട്ട്, ട്രയാഗ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഇവാക്വേഷൻ ആൻഡ് റിക്കവറി. ഓക്കെ, എല്ലാവരും അത് ഓർത്തിരിക്കുക. ഇനിയാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത് വരുന്നത്. നമ്മൾക്ക് കറക്റ്റ് നമ്മുടെ ഇവിടെ വരുന്നത് ഹോസ്പിറ്റലിന് ആവശ്യമുള്ളത് വരുന്നത് ഇനിയാണ്. എന്താ? നീഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഇൻ ഹോസ്പിറ്റൽസ്. ഇവിടെ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഹോസ്പിറ്റലില് ഈ ഡിസാസ്റ്ററിന്റെ ആവശ്യം, അതിന്റെ പദ്ധതിയുടെ ആവശ്യം എന്താണ്? നമ്മൾ പറഞ്ഞു, ഡിസാസ്റ്റർ വരുന്ന കാര്യങ്ങൾ പറഞ്ഞു. എക്സ്റ്റേണൽ ഡിസാസ്റ്ററും ഇന്റേണൽ ഡിസാസ്റ്ററും നമ്മൾ പഠിച്ചു. മേജർ ഡിസാസ്റ്റർ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞു. ഡിസാസ്റ്ററിന്റെ ഫുൾ ഫോം നമ്മൾ പഠിച്ചു. ഇനി നീഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഇൻ ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലില് ഡിസാസ്റ്ററിന്റെ ആവശ്യം എന്താ? അതെന്താണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, എന്താ? വായിക്കണോ? ഞാൻ വായിക്കണോ? നിങ്ങൾ വായിച്ചാലും ഞാനിത് ഓരോന്ന് വായിക്കേണ്ടി വരും. വായിക്കണോ? ഇവിടം വരെ, മെഡിക്കൽ കെയർ വരെ ഒരാൾ വായിക്കും. നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ എന്ന് വായിക്കണം എന്ന്? ആഗ്രഹം ഉണ്ടാ? എല്ലാവരും വായിച്ചോ? ഇനി വായിക്കാത്തവരാരുള്ളേ? വായിക്കാത്തവര് അതെല്ലാം വായിക്കണ്ട. നിങ്ങൾക്ക് ഇരുന്ന് കേട്ടാ മതിയെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വായിക്കാം. വേണ്ട? ഓക്കെ, അപ്പൊ വായിക്കാം. എന്താ? നീഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആവശ്യകത എന്താണ്? അതിന്റെ പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽസ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ. എന്താ പറഞ്ഞത്? ഹോസ്പിറ്റലില് ക്രൂഷ്യൽ റോൾ ഇൻ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ. ഒരു ആരോഗ്യ പരിപാലന അടിസ്ഥാന സൗകര്യങ്ങളിൽ ഹോസ്പിറ്റലിന് എന്തുണ്ട്? ക്രൂഷ്യൽ റോൾ ഉണ്ട്, നിർണായകമായ ഒരു വലിയ പങ്കുണ്ട്. അതാ പറഞ്ഞത്. ഹോസ്പിറ്റലിലെ ആരോഗ്യപരമായ ഹോസ്പിറ്റൽ പ്ലേ ക്രൂഷ്യൽ റോൾ ഇൻ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ.
ഈ ആരോഗ്യ പരിപാലനം എന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഹെൽത്ത് കെയറില് അടിസ്ഥാന സൗകര്യം, ഹെൽത്ത് കെയറിന്റെ സാധാരണ സൗകര്യങ്ങൾക്ക് ബേസ് ആയിട്ടുള്ള അടിസ്ഥാന സൗകര്യത്തിന് ഹോസ്പിറ്റൽസിന് പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ക്രൂഷ്യൽ റോൾ ഉണ്ട്, ഒരു നിർണായക പങ്കുണ്ട്. ഓക്കെ, ക്രൂഷ്യൽ എന്ന് വെച്ചാൽ നിർണായകം, പ്രധാനപ്പെട്ടത്, നിർണായകമായ റോള്, പങ്കുണ്ട്. Hospitals responsible for saving lives, they also provide 24 multiplication 7 emergency care service and service. അവിടെ നിൽക്കട്ടെ, അതെന്താ പറഞ്ഞേ? ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ പറഞ്ഞു ലീവ് ചെയ്യ, ഓക്കെ ലീവ് ചെയ്തോ, ലീവ് ചെയ്തോ. പോണ്ടേ, കൊച്ചിനെ വിളിക്കേണ്ടവരൊക്കെ ലീവ് ചെയ്തോ, ടൈമായി. ഓക്കെ, ഇതിപ്പോ കുറച്ച് പറഞ്ഞ് തുടക്കം വെക്കണുള്ളൂ, നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി പറയും. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേ? ഹോസ്പിറ്റൽസ് റെസ്പോൺസിബിൾ ഫോർ സേവിങ് ലൈഫ്സ് ആൻഡ് ഓൾസോ പ്രൊവൈഡ് എമർജൻസി കെയർ സർവീസ്. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പറഞ്ഞു ജീവൻ രക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ളത് ഒരു പേഷ്യന്റ്, ഒരാൾ ഹോസ്പിറ്റലിൽ വന്നാൽ നമുക്ക് ഉത്തരവാദിത്തം ആർക്കാം? ഹോസ്പിറ്റലിലാണ്. എന്ത് ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി ഉള്ളത്? അവരെ ജീവൻ രക്ഷിക്കാന്നുള്ളത്. അപ്പൊ ജീവൻ രക്ഷിക്കാനായിട്ട് നമ്മൾ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നാൽ നമ്മൾ എങ്ങനെയാണ് അതിന് അടിയന്തര സേവനം നൽകണം. ആ സേവനം നൽകണതിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യണ ഒരു ചെറിയ കണക്കാണ് പറഞ്ഞത് 24x7. ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ പഠിക്കാനുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇത് മാത്രം അറിഞ്ഞാൽ മതി. എമർജൻസി ഇതുപോലെ ഹോസ്പിറ്റലിലെ റെസ്പോൺസിബിൾ, അവരെ ജീവൻ നമ്മൾ സേവ് ചെയ്യാനായിട്ട് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണതാണ് എന്താ 24x7 എന്ന് പറയുന്നത്. അത് എമർജൻസി കെയർ സർവീസ് ആണ്. ഓക്കെ, എന്താണ് ഇത് എമർജൻസി കെയർ സർവീസ്? ഇതിനെ കുറിച്ച് നമ്മള് ഒരുപാട് ഇനി പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ അതെന്താന്നുള്ളത് 24 എന്നുള്ളത് നിങ്ങൾ അപ്പൊ പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇത് മാത്രം അറിഞ്ഞാൽ മതി. വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ടോ, പ്രൊവൈഡ് 24x7 എമർജൻസി കെയർ സർവീസ്. എമർജൻസി കെയർ സർവീസ് ആണ് ആ പറഞ്ഞത്. ഓക്കെ, പിന്നെന്താ നമ്മള് പിന്നെന്താ നെക്സ്റ്റ് പറഞ്ഞത്? ഹെൻസ് ദ പബ്ലിക് സർവീസ് ഇറ്റ് ആസ് മെയിൻ റിസോഴ്സ് ഫോർ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് ഫോളോ അപ്പ് ഫോർ ബോത്ത് ഫിസിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ സൈക്കോളജിക്കൽ കെയർ. അതിനെന്താ നമ്മൾ പറഞ്ഞേ? അതിനെങ്ങനെയാണ് നമ്മൾ പറഞ്ഞു? ജീവൻ രക്ഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് ഹോസ്പിറ്റലിൽ. അതിനവര് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, എമർജൻസി കെയർ പ്രൊവൈഡ് ചെയ്യണം. അതിന്റെ ഒരു കണക്ക് കറക്റ്റ് അവര് പറഞ്ഞു. അതുപോലെ തന്നെ അതിനാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് എമർജൻസി കെയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇതെന്ത് കിട്ടും? ഡയഗ്നോസിസ്, രോഗനിർണയ ചികിത്സയ്ക്ക്. നമ്മൾ എന്ത് പേഷ്യൻസിന് എന്ത് അസുഖത്തിനാണോ വന്നത് അതിന്റെ രോഗനിർണയ ചികിത്സയ്ക്കും ശാരീരികവുമായ പരിചരണത്തിനാണ് നമുക്ക് ചെയ്യണത്. നമ്മൾ ഒന്നുകൂടി പറയാ, പബ്ലിക് സർവീസ് റിസീവ്. പബ്ലിക് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇത് നടന്നു, എമർജൻസി ആയിട്ട് എന്തെങ്കിലും എന്ത് നടന്നു, ഒരു ഡിസാസ്റ്റർ നടന്നു, പേഷ്യന്റ് വന്നു. അപ്പൊ നമ്മുടെ പബ്ലിക് ജനങ്ങൾ നമ്മളെ സ്വീകരിക്കുകയാണ്, റിസീവ് ചെയ്യും. എങ്ങനെ? മെയിൻ സോഴ്സ് ഓഫ് ഡയഗ്നോസിസ്, രോഗനിർണയത്തിന്, ട്രീറ്റ്മെന്റിന് ആൻഡ് ഫോളോ, നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യാം. എങ്ങനെയാണ് അവരെ ഫോളോ അപ്പ് ചെയ്യണേ? ബോത്ത് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ കെയർ ആയിട്ട്. ഓക്കെ, ഫിസിക്കല് ശാരീരികമായിട്ടും ശാരീരിക പരിചരണത്തോടു കൂടിയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. ബോത്ത് രണ്ട് കെയർ കൊടുക്കും, ഫിസിക്കൽ ആയിട്ട് കൊടുക്കും, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ കെയർ ആയിട്ട്. ശാരീരികമായിട്ടും ശാരീരിക പരിചരണവും കെയറുമാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് പേഷ്യന്റിന്. അല്ലെ? ഇപ്പൊ എന്തെങ്കിലും തീപ്പൊള്ളലേറ്റ്, അതൊരു ദുരന്തമാണ്, ഒരു ഡിസാസ്റ്റർ ആണ്. അപ്പൊ അങ്ങനെ വന്ന പേഷ്യന്റിന് നമ്മൾ എന്താ വെറുതെ മരുന്ന് മാത്രം കൊടുത്താൽ മതിയാ? അല്ല, പൊള്ളലേറ്റ ഭാഗത്ത് നമ്മൾ ഫിസിക്കലായിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യല്. ഫിസിക്കലായിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും നിങ്ങൾക്കുള്ള പരിചയമുള്ള എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ നിങ്ങൾ ഓർക്കാം. ഒരു പേഷ്യന്റ് ഇപ്പൊ പൊള്ളലേറ്റ പേഷ്യന്റ് ആണെങ്കിൽ എന്തായിരിക്കും? നിറച്ച് പൊള്ളി, മേലൊക്കെ പൊള്ളി, തൊലി പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ നേരെ വെറുതെ മരുന്നും ഇഞ്ചക്ഷൻ മാത്രം കൊടുത്താൽ പോരാ. അല്ലെ? നമ്മൾ എന്ത് ചെയ്യണം? ആ സ്കിന്നിന്റെ അവിടെ നമ്മള് നല്ല ഓയിൽമെന്റ് ഒക്കെ വെച്ച് അതിന്റെ ഇതൊക്കെ മാറ്റണം. അപ്പൊ അതിന് നമ്മൾ ഫിസിക്കലായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം, വേണ്ടേ? അതാണ് പറഞ്ഞത് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ കെയർ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യണത് അതാണ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന എമർജൻസി മറ്റേ ഡിസാസ്റ്റർ വന്ന പേഷ്യന്റിന് നമ്മൾ ചെയ്യണം.
അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഹോസ്പിറ്റൽസ് എക്സ്റ്റെൻഡ് എമർജൻസി കെയർ ആൻഡ് hence when disaster his society fall back upon the hospital to provide instant succor in the form of emergency medical care. അപ്പൊ എന്താ നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മൾ എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുത്തു, എമർജൻസി കെയറും പരിചരണവും കൊടുത്തിട്ട് അപ്പൊ നമ്മൾ ഒരു ദുരന്തം സംഭവിച്ചതിനാണ് ഇത് ചെയ്യുന്നത്. ഡിസാസ്റ്റർ സംഭവിച്ചു, ഫിസിക്കലായിട്ടും ശാരീരിക പരിചരണം നമ്മൾ ആ പേഷ്യന്റിന് എമർജൻസി ആയിട്ട് കൊടുത്തു. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ അടിയന്തര മെഡിക്കൽ കെയറിന്റെ രൂപത്തിൽ നമ്മൾ ആ പേഷ്യൻസിന് പേഷ്യൻസ് നമ്മൾ ആരെ സ്വീകരിക്കുക, പേഷ്യൻസിനെ നമ്മളും ആ സമൂഹത്തിൽ നമ്മളെല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞ പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യും, സമൂഹത്തിലേക്ക് അറിയിക്കും. നമ്മള് ഇത് ഒളിച്ചു വെക്കണ്ട. ഇപ്പൊ ഒരു പൊള്ളലൊക്കെ എത്തി കഴിഞ്ഞാൽ ആ പേഷ്യന്റ് നമ്മൾ ഹോസ്പിറ്റലിലെ മാത്രം, ഹോസ്പിറ്റലിന്റെ എന്തെങ്കിലും ആയിക്കൊണ്ടായാലും വേറെ പുറത്തുനിന്നായാലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ അതെല്ലാവരും അറിയിക്കുക. അത് സമൂഹം അറിയും, ഇല്ലേ? സമൂഹം അറിയും. ഇപ്പൊ ഇതിലെന്താ പറഞ്ഞേ, ഹോസ്പിറ്റൽ എക്സ്റ്റെൻഡ്, ഹോസ്പിറ്റലിന്റെ എമർജൻസി കെയർ, ഭയങ്കര എമർജൻസി കെയർ കൊടുത്തു. ആർക്കാ? ഈ ഡിസാസ്റ്റർ ആയിട്ട് ദുരന്തം വന്ന പേഷ്യന്റിന് നമ്മൾ എമർജൻസി കെയർ കൊടുത്തു, ഫിസിക്കലായിട്ടും സൈക്കോളജി ആയിട്ടും. പിന്നെ എങ്ങനെ എന്നിട്ട് വെന്റെ ഡിസാസ്റ്റർ ദ സൊസൈറ്റി, അപ്പൊ നമ്മൾ ഈ ദുരന്തങ്ങൾ അറിഞ്ഞത് ഈ സൊസൈറ്റിനെ ഫോൾ ബാക്ക് അപ്പോൾ ഹോസ്പിറ്റൽ, നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് ഈ പേഷ്യന്റിന് ഇങ്ങനെ ഇത് ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സമൂഹത്തെ അറിയിക്കണം. ഓക്കെ, അവിടെ അതാണ് പറഞ്ഞത്. ഇങ്ങനെ അടിയന്തര വൈദ്യസഹായത്തിന്റെ രൂപത്തിൽ നമ്മൾ ആ എന്തെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്തു, സഹായം ചെയ്തു, എമർജൻസി കെയർ കൊടുത്തു, അത് നൽകുന്നതിന് നമ്മൾ സമൂഹം ഹോസ്പിറ്റലിലോട്ട് വളർന്നു. എന്താ വെച്ചാൽ സമൂഹം നമ്മളിത് ഇങ്ങനെ കൊടുക്കുന്നതിന് മുമ്പ് നമ്മളെ ആൾക്കാർ അറിയണം, സമൂഹം അറിയണം ആ പേഷ്യന്റിന് എന്താ സംഭവിക്കുന്നതിന്, നാളെ എന്ത് സംഭവിച്ചാലും നമ്മളത് ഉത്തരവാദിയാണ്, നമുക്കാണ് റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ പൊള്ളലൊക്കെ ഏറ്റാലും ഇപ്പൊ എല്ലാവരും ആ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്താ, സൊസൈറ്റി അറിയണം. അതാണ് അവിടെ പറഞ്ഞത്. ഡിസാസ്റ്റർ ഹിറ്റ്സ് ദ സൊസൈറ്റി ഫോൾ ബാക്ക് അപ്പോൺ ദ ഹോസ്പിറ്റൽ ടു പ്രൊവൈഡ്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കൊടുക്കണം. ടു പ്രൊവൈഡ്, അവിടെ കൊടുക്കണം എന്താ, ഇൻസ്റ്റന്റ് സക്കർ. ഇൻസ്റ്റന്റ് എന്ന് വെച്ചാൽ എന്താ, ആ സമയത്ത്, തക്ക സമയത്ത്, ആ തൽക്ഷണം, ആ സമയത്ത്. ഇൻസ്റ്റന്റ് സക്കർ എന്ന് വെച്ചാൽ എന്താ, സഹായി. എഴുതി വെച്ചോ എല്ലാവരും. സക്കർ എന്ന് വെച്ചാല് സഹായിക്കണം, സഹായി, നമ്മള് സഹായിക്കണം. ഇൻസ്റ്റന്റ് സക്കർ എന്ന് വെച്ചാൽ എന്താ, ആ സമയത്ത്, ആ കറക്റ്റ് സമയത്ത് തന്നെ. ഓക്കെ, തൽക്ഷണം, ആ സമയത്ത് തന്നെ നമ്മൾ സഹായിക്കണം. ഇൻ ദ ഫോം ഓഫ് എമർജൻസി മെഡിക്കൽ കെയർ. എങ്ങനെ സഹായിക്കുന്നേ, എമർജൻസി മെഡിക്കൽ കെയർ ഉണ്ട്. ഓക്കെ, കഴിഞ്ഞായി ചോദിച്ചാ എവിടെ പറഞ്ഞു, സക്കർ ഇൻ ദ ഫോം ഓഫ് എമർജൻസി മെഡിക്കൽ കെയർ. നെക്സ്റ്റ് എന്താ, whenever a hospital or health care facility is met by a situation where it has to provide care to a large number of patients in limited time. എന്താ വെച്ചാൽ എന്താ, നമ്മൾ പറഞ്ഞ പേഷ്യൻസിന് നമ്മൾ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം. ആ സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് വേണം, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഈ ആരോഗ്യ ഫെസിലിറ്റി ഉള്ള വേറെ ഒരു ഹോസ്പിറ്റലിൽ ഈസ് മെറ്റ് ബൈ സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം കെയർ ടു ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് ലിമിറ്റഡ്. ആ പേഷ്യൻസിന് ഒരു സമയപരിധിക്കുള്ളിൽ പൊള്ളലൊക്കെ ഏറ്റ് കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ ടൈം ഉണ്ട്. അപ്പൊ തന്നെ നമ്മൾ ചെയ്താലാ കുറെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ശരീരത്തിന്റെ സ്കിന്ന് പൊള്ളി ചൂടായാലും അതിന്റെ ഉള്ളിലെ ഇന്റേണൽ ഓർഗൻസിനാണ് പെട്ടെന്ന് എന്ത് പറ്റണത്, ഇന്റേണൽ ഓർഗൻസിനാണ് പെട്ടെന്ന് ചൂടേക്കണത്. ഇപ്പൊ ചെറിയ നമ്മുടെ ശരീരത്തിലുള്ള ചെറിയ സെൽസ് കോശങ്ങളൊക്കെ ആണെങ്കിൽ എന്താ, ഒരു ചെറിയ ചൂട് മതി, ആ സെൽസ് കോശങ്ങളൊക്കെ അപ്പൊ തന്നെ എന്താവും, അതിന്റെ അത് അപ്പൊ തന്നെ നശിക്കപ്പെടും. അപ്പൊ നശിക്കപ്പെടുമ്പോ നമ്മുടെ ശരീരത്തിന്റെ ഇന്റേണൽ ഓർഗൻസ് നശിച്ചു പോണത്, അപ്പൊ അത് നമ്മളെ ബാധിക്കും. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് വേണം, വെയിറ്റ് ചെയ്യരുത്. എന്ത് വന്നാലും നമ്മള് അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ ഫോർമാലിറ്റീസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ കൺസൾട്ട് എഴുതാൻ പോണ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആ സമയത്ത് എന്താ, എമർജൻസി ആണ്. ഓക്കെ, 28 നിങ്ങൾ ഇത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇത് നല്ലോണം വായിച്ചിട്ട് വല്ലോ നമ്മൾ ഇത് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി എടുക്കാം. ഓക്കെ, ഇത് നമ്മുടെ തീരില്ല, ഇത് ഇത്രയുണ്ട്. ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്, എക്സാമിന് ആവശ്യമുള്ളതാണ്, പഠിക്കേണ്ടതാണ്. അപ്പൊ നമുക്കിത് നന്നായിട്ട് എടുക്കണം. ഓക്കെ, ഇനി നമ്മള്
ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ ഉണ്ട്. ഇനി 28. 2 മിനിറ്റിനുള്ളിൽ തീരില്ല, നിങ്ങൾക്ക് മനസ്സിലാവേയില്ല. നമുക്ക് ഇത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, നിങ്ങൾ എടുത്തോളാം. ഡിസാസ്റ്ററിന്റെ ഫുൾ ഫോം എല്ലാവരും വായിച്ച് പഠിക്കണം. പിന്നെ മേജർ ഡിസാസ്റ്റർ എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞാൽ മതി. ഓക്കെ, എന്നാ ഓക്കെ കേട്ടാ, ശരി എന്നാ ഓക്കെ. ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു മിസ്. ആ